ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കില്ല. നേരത്തെ ലോക്സഭയിലേക്ക് ലിസ്റ്റ് ചെയ്തിരുന്ന ബില്ല് പുതുക്കിയ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി. ബില്ലിനെതിരെ പ്രതിപക്ഷം കടുത്ത എതിർപ്പ് അറിയിച്ചിരുന്നു. ബില്ല് അവതരണം മാറ്റിയത് സാങ്കേതിക കാരണങ്ങളാലാണ് എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 2 ബില്ലുകൾ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാനായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട 129 ഭേദഗതി ബില്ല്, നിയമസഭകളുള്ള 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരേ സമയം നടത്തുന്ന ബില്ല് എന്നിവയാണ് നാളെ അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്തിരുന്നത്. കരട് ബില്ലുകൾ എംപിമാർക്ക് വിതരണം ചെയ്തിരുന്നു. എന്നാൽ ലോക്സഭാ ബിസിനസിന്റെ പുതുക്കിയ അജണ്ടയിൽ നിന്നും ഈ 2 ബില്ലുകളും ഒഴിവാക്കി. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 2 ധനബില്ലുകളും ഗോവ നിയമസഭയുമായി ബന്ധപ്പെട്ട അർജുൻ റാം മേഘ്വാളിന്റെ ബില്ലുമാണ് പുതിയ പട്ടികയിലുള്ളത്. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താൻ നിയമസഭകളുടെ കാലാവധി വെട്ടിച്ചുരുക്കുന്നതടക്കം വ്യവസ്ഥ ചെയ്ത ബില്ല് ജനാധിപത്യ വിരുദ്ധമെന്നും ഫെഡറൽ വ്യവസ്ഥയെ തകർക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്ന ബില്ലിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമായതിനാൽ ബില്ല് പാസാക്കാൻ 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണമില്ലാതെ ബില്ല് പാസാക്കാൻ സർക്കാരിനാകില്ല. ബില്ല് അവതരണം മാറ്റിവെച്ചത് സാങ്കേതിക കാരണങ്ങളാലാണെന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ വിശദീകരണം. സമവായമുണ്ടാക്കാൻ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനും തയ്യാറെന്നാണ് സർക്കാരിന്റെ നിലപാട്. 24 ഡൽഹി.